ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷം കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു നാഷണൽ പാർട്ടിയായ കോൺഗ്രസ് വല്ലാത്തൊരു അങ്കലാപ്പിൽ ചെന്നുപെട്ടു എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അനുമാനിക്കാം. പക്ഷേ ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ ഒരു നേതാവും ഇത് അംഗീകരിച്ചു തരാൻ ഇടയില്ല എന്നതാണ് അതിൻ്റെ സത്യം. ഇത് കഴിഞ്ഞതിന് ശേഷം പല അഖിലേന്ത്യാ നേതാക്കളുമായിട്ട് ഇവിടുത്തെ പത്രക്കാരോ ചാനലുകാരോ സംസാരിക്കുമ്പോൾ വളരെ സമർത്ഥമായി അതിൽ നിന്നും വഴുക്കി സംസാരിച്ചുകൊണ്ട് വേറെ വിഷയത്തിലേക്ക് അവർ ചാടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ അവർ പ്ലാൻ ചെയ്തത് പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം. അതിൽ ഒരു പരിധിവരെ പ്രഖ്യാപിച്ച പ്ലാൻ സമർത്ഥമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനം വേണമെങ്കിൽ, അതായത് തെറ്റോ ശരിയോ എന്നൊക്കെ വേറെ കഥ, അത് നടപ്പാക്കിയ ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. ബാക്കി AICC ആസ്ഥാനം മുതൽ അവർ പറയുന്ന ഒരു സംസ്ഥാനത്ത്, അവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തോ അവർ പറയുന്നത് നടപ്പായിട്ടില്ല എന്നതാണ് അതിൻ്റെ ശരിയായ അവസ്ഥ. കേരളത്തിൽ ഭരണം വന്ദേമാതരം പാടണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. കൂട്ടത്തിൽ KPCC വന്ദേമാതരത്തിൻ്റെ കുറച്ച് വരികൾ മാത്രം പാടാൻ തീരുമാനിച്ചു. AICC ഇനി വന്ദേമാതരം പാടുമ്പോൾ ഇങ്ങനെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് തന്നെ അവതരിപ്പിക്കണമെന്നും മുന്നേ കുട്ടി പ്ലാൻ ചെയ്തോ എന്ന് ഇനി സംശയിക്കേണ്ടതായി വരുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കേസായിട്ട് തന്നെ, കാരണം ഇന്ത്യയുടെ ദേശീയ ഗീതത്തെയാണ് അപമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിമാർ വന്ദേമാതരം, അതായത് ദേശീയ ഗീതമായ വന്ദേമാതരം മുഴുവനായി ചൊല്ലിക്കൊണ്ട് കുറച്ചൊക്കെ ആ നാഷണൽ പാർട്ടിയുടെ പേര് അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഈ നാഷണൽ പാർട്ടിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പത്രക്കാരോട് വളരെ ഓപ്പണായിട്ട് ഇതിനെക്കുറിച്ച് കരുണ്ട് പെരണ്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. പക്ഷേ ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ AICC ആസ്ഥാനത്തുണ്ടായ, അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടായ ആ സംഭവ വികാസങ്ങൾ അദ്ദേഹം പറയുകയാണ്, അത് ചില ആശയങ്ങളെ വിനിമയത്തിലുണ്ടായ ചില പാകപ്പിഴകളാണ്, അല്ലാതെ അവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്നലെ ജയറാം രമേശ് പറഞ്ഞു, കസേര ചോദിക്കാൻ വേണ്ടി വന്ദേമാതരം പാടുമ്പോൾ കസേര ചോദിക്കുന്ന എവിടുത്തെ കഥയാണ്? അത് മാന്യമായി ഇന്ന് അത് റെസ്പെക്റ്റോടുകൂടി ചൊല്ലണം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കഴിയണ വരെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് അതിൻ്റെ മര്യാദ. ഇതൊന്നും ചെയ്യാതെ ആശയവിനിമയമാണ്. KC വേണുഗോപാൽ അങ്ങടെ ആ ചെളിയിൽ കിടന്ന് ഉരുണ്ട് പെനഞ്ഞ് മുഖത്ത് മുഴുവൻ ചളിയായി. അപ്പോൾ ആ ചളിയിൽ നിന്നും നാവ് പൊന്തിച്ച് പറയണം, അരുണാചലിൽ ഭൂമിയോട് അടിച്ചു മാറ്റി കൊണ്ടുപോവാണ് ചൈന, അതിനെക്കുറിച്ച് പറ. വിദ്യാർത്ഥി സമരം, അതിനെക്കുറിച്ച് പറ. എന്തിനു വന്ദേമാതരം നിങ്ങൾ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് മൂപ്പര അതൊന്നും അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ നോക്കുക. എന്നാൽ വേണുഗോപാല, ഒരു കാര്യം ഞാൻ പറയാം, ജനങ്ങൾ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ അരുണാചൽ പ്രദേശിൽ ചൈന സ്ഥലം അടിച്ചു മാറ്റുകയാണെന്നാണ് ഇപ്പോൾ ഒരു പ്രചരണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ മിലിറ്ററി അതിനെ പൂർണ്ണമായി തള്ളിയിട്ടുണ്ട്. ഒന്ന്. എന്നാൽ ഒരു കാര്യം വേണുഗോപാലിൻ്റെ അറിവിലേക്ക് പറയാണ്, നിങ്ങൾ ഭരിക്കുമ്പോൾ, മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ രാജ്യരക്ഷാ മന്ത്രി മലയാളി AK ആൻ്റണി ആയിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പാർലമെൻറ്റിൽ പ്രസംഗിച്ച പ്രസംഗം ഇന്നും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് സംശയമുണ്ടെങ്കിൽ വേണുഗോപാൽജിക്ക് അത് എടുത്ത് കേൾക്കാം. ഇവിടുത്തെ ജനങ്ങൾ അതൊക്കെ കേട്ടതാണ്. അന്ന് പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ചൈനയുടെ ബോർഡറായ ഇന്ത്യയുടെ ഭാഗങ്ങൾ മുഴുവൻ ചൈന കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്. ഇതിനെതിരെ ഈ 60 കൊല്ലം ഭരിച്ച കോൺഗ്രസ് സർക്കാർ എന്തു ചെയ്തു എന്നാണ് ചോദ്യം. അപ്പോൾ AK ആൻ്റണി കൊടുത്ത ഉത്തരം വളരെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ആൻ്റണി പറയുന്നത്, അവിടെ കയ്യേറിയാലും കുഴപ്പമില്ല, അവിടേക്ക് ശ്രദ്ധിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല ഉപരോധം.
നേരെ മറിച്ച് അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നമ്മുടെ ജവാന്മാരൊക്കെ മരിച്ചു പോകും. അപ്പോൾ അവിടേക്ക് ശ്രദ്ധിക്കാറേ ഇല്ല. എത്ര കിലോമീറ്ററുകളാണ് അന്ന് ചൈന കൈയേറിയതെന്നറിയോ? അതിനൊരു തീരുമാനം ഉണ്ടാക്കിയത് ആരാ അറിയോ? ഈ ലോക നേതാവായി മാറിയിട്ടുള്ള ഈ നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം ആദ്യം ചെയ്ത് സിക്കിമിൽ പോയിട്ട് ഒരു മിനി എയർപോർട്ട് ഉണ്ടാക്കി. ചൈനയുടെ ബോർഡറാണ് സിക്കിം. അതെന്തിനാണ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് തോന്നിയോ? ഇല്ല. നമ്മുടെ നേവി, നമ്മുടെ എയർഫോഴ്സിന് അത് ഏതായാലും വേണ്ടി പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്, കാരണം അല്ലാതെ വേറെ വഴിയില്ല, റോഡ് മാർഗ്ഗമൊക്കെ വളരെ ദുർഘടം പിടിച്ചതാണ്. അവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കി. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്ത്? ചൈനയുടെ ബോർഡിൽ കൂടെ ഹൈവേ പണിതു. വളരെ പ്രസിദ്ധമായ ഹൈവേ പണിതു. ആ പണിയണ സമയത്ത് ചൈന വന്ന് പലതും ചെയ്യാനൊക്കെ നോക്കി. ആ ഇന്ത്യയുടെ അതിര് ക്ലിയറാക്കി വെച്ചു. മനസ്സിലായോ? 70 കൊല്ലം ഭരിച്ചു ഇവിടെ പാഴ്സികളും ഗാന്ധിയുടെ പേര് കട്ടെടുത്ത ഫാമിലിയൊക്കെ മൊത്തം കൂടിയിട്ട്. അതിൽ നിങ്ങൾ ഇവിടുത്തെ പലരും ആ സമയത്ത് അവിടെ മന്ത്രിയൊക്കെയാണ്. ആ മന്ത്രി തന്നെയാണ് AK ആന്റണി ഇത് പറഞ്ഞത് പാർലമെൻറ്റിൽ. ഞങ്ങളങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല, ഏറ്റവും നല്ല ഉപരോധം തിരിഞ്ഞ് നോക്കാതിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ അരുണാചലി നുണ പറഞ്ഞ് എത്ര കാലം നിങ്ങൾ ജനങ്ങളെ പറ്റിക്കും? ഇപ്പം തന്നെ എന്താ പറഞ്ഞത്? കേരളത്തിലെടുത്ത തീരുമാനം ശരിയാണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്, നിങ്ങളുടെ സംസ്ഥാനത്ത്, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വന്ദേമാതരം ഫുള്ളായി ചെല്ലിയില്ലോ? അതെ, എപ്പോൾ? അറിയാത്തമാരെ ഒരു പൊട്ടൻ ചോദ്യമാണ് തിരിച്ചു ചോദിക്കണേ. ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ AICCയുടെ കാര്യം ചോദിക്കുമ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ടായില്ല, എന്തോ ആശയവിനിമയം. എന്താശയവിനിമയം? ജനം വീഡിയോ കണ്ടതാണെന്നേ. അത് രസം എന്താ വെച്ചാൽ മദാമ കിടന്ന് ഉരുണ്ട് എന്തൊക്കെ കുറയ്ക്കാൻ നോക്കിയപ്പോൾ മദാമയുടെ കാല് പിടുത്തക്കാരൻ അടിമ ഇപ്പോഴത്തെ പ്രസിഡൻറ്റും അതിനെ സപ്പോർട്ട് ചെയ്ത് എന്തൊക്കെ പറയാൻ തുടങ്ങി. അദ്ദേഹത്തിനും ആശയവിനിമയം കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ജനങ്ങളെ പറ്റിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ സംസ്ഥാനത്തെ, അതായത് നാഷണൽ പാർട്ടി എന്നൊക്കെ ലെവലിൽ നിങ്ങൾ പോയി ഇപ്പോൾ ഈ സംസ്ഥാനത്ത് വന്നിട്ട് ഒരു വർഗീയ പാർട്ടിയുടെ ചട്ടുകമായിട്ട് മാറി ശുഷ്കിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഇതാണ് അതിൻ്റെ സത്യം. അവർ പറയുന്നത് നിങ്ങൾക്ക് ഇനി ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെ ഏറ്റവും വലിയ അപകടം പിടിച്ച ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പല നല്ല പ്രൊജക്റ്റുകളും നിങ്ങൾക്ക് ഇവരുടെ സമ്മർദ്ദം കാരണം ഇവിടെ നടപ്പാക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അത് പൂർണ്ണമായി നടപ്പാക്കുകയാണ്. കാരണം കേന്ദ്രവുമായിട്ട് കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയാലേ സംസ്ഥാനത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുള്ളൂ എന്ന് അവിടുത്തെ മുഖ്യമന്ത്രിമാർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ കോൺഗ്രസ് പറഞ്ഞ ദേശസ്നേഹികളാണ്. നിങ്ങൾ തന്നെയാണ് ഈ കുടുംബത്തെയും ഈ AICCയെയും നശിപ്പിച്ചെന്നാണ്. ഇത് ഞാൻ പറയണതല്ല, ഇവിടെ പല നേതാക്കളും അതിനെക്കുറിച്ച് പലതും ഇവിടെ ചർച്ചയിലൊക്കെ പറയുന്നുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. വീണ്ടും നിങ്ങൾ ഈ ഒരു വോട്ടുകൊട്ട വിട്ടുകളയാൻ പേടിച്ചിട്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ കാര്യം ചോദിക്കരുത്. ഞാൻ 2-3 പോയിന്റ് നോക്കിയുള്ളൂ, ഇത് പറയാൻ പാടാത്തതാണ്, എന്നാലും ചോദിക്കാതെ പറ്റത്തില്ല. ഇവിടെ പഹൽഗാമിൽ 26 ആളുള്ള ജെട്ടി ഊരിയിട്ട് കൊന്നു, വെടിവെച്ച് കൊന്നു ഭാര്യമാരുടെ മുന്നിൽ വെച്ചിട്ട്. അന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കൂട്ടുകൂടിയ പാർട്ടിയുടെ ഏത് നേതാവാണ് ആത്മാർത്ഥമായിട്ട് അവിടെ ദുഃഖം രേഖപ്പെടുത്തിയത്? അതിൻ്റെ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ? നിങ്ങളിൽ എത്ര പേര് അന്ന് ഇവരെ പേടിച്ചിട്ട് ആ ദുഃഖം പ്രകടിപ്പിക്കാണ്ടിരുന്നു? പക്ഷേ അന്ന് അവിടെ വെടി കൊണ്ടതിൽ 2 പേര് നിങ്ങളുടെ ആൾക്കാരായിരുന്നു, അല്ലാതെ BJPക്കാരോ സംഘപരിവാറോ ഒന്നുമല്ല. നിങ്ങളിൽപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു അവിടെ, 2 ഫാമിലി. അവർ BJPയെയും സംഘപരിവാറിനെയും RSSനെയൊക്കെ ആക്രോശിച്ച് നടന്നിരുന്നവരാ. അവർക്കാണത് കിട്ടിയത്. ആ ഭാര്യമാരിന്ന് സങ്കടത്തിലാണ്. അത് ഓർത്താൽ മതി. ആ കുടുംബം ഒരു ദിവസം നിങ്ങളുമായിട്ട് മാറും. അപ്പോൾ ഈ കൂട്ടുകക്ഷിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ആ പൊക്കാൻ ഊരാൻ പറയണ നേരത്ത്. അപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, വെടി പൊട്ടുകയ്യ. ഞാനിത് പറയാൻ കാരണം വളരെ ഡേഞ്ചറാണ്. കാരണം ബംഗ്ലാദേശിൽ ഒരു കോഫി ഷോപ്പിൽ ആക്രമണം നടത്തിയപ്പോൾ ഒരു ബംഗാളി പയ്യൻ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് വേണ്ടി വാദിച്ചു.
അവൻ്റെ ആത്മാർത്ഥത കൊണ്ട് അവനെ അവിടെ തട്ടിക്കളഞ്ഞു തീവ്രവാദികൾ. അന്ന് നമ്മൾ കണ്ടതാ. ഇനി ഇതുണ്ടാവില്ല വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോഴാണ് വീണ്ടും ഇവിടെ വന്നിട്ട് 26 ആളെ ജെട്ടി ഊരി നോക്കിയിട്ട് ഉറപ്പിച്ച് വെടിവെച്ചത്. എന്നാൽ ശരി, ഇതിനെ പ്രതികരിക്കാൻ നിങ്ങളുടെ ഈ കൂട്ടുകക്ഷി തയ്യാറുണ്ടോ? ഓപ്പണായിട്ട് ജോസഫ് മാരുടെ കൈ വെട്ടിയപ്പോൾ ഈ കൂട്ടുകക്ഷിയുടെ നേതാക്കൾ ആ വീട്ടിൽ പോയോ? പോയില്ല. അഭിമന്യുവിനെ SFIക്കാരൻ മഹാരാജാസ് കോളേജിൽ കുത്തിക്കൊന്നു. ഇവർ പ്രതികരിച്ചോ? ഇല്ല. ആ കക്ഷീനും കൊണ്ട് നിങ്ങൾ വോട്ട് പിടിച്ച് കസേര കയറിയിരുന്നിട്ട് നാണം കെടുമ്പോഴും മുണ്ട് തലയിലിട്ടിട്ട് അരുണാചൽ പ്രദേശത്തിൽ ചൈന ഇന്ത്യയുടെ സ്ഥലം അടിച്ചു മാറ്റിയതൊക്കെ നിങ്ങൾ ഭരിക്കുമ്പോഴാണ്. അത് ഇവിടുത്തെ ജനത്തിന് നന്നായിട്ട് അറിയാം. കാശ്മീരിലെ പ്രശ്നം ഇപ്പോൾ കാശ്മീരിലെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് 370 എടുത്തു കളഞ്ഞില്ലായിരുന്നു എങ്കിൽ പാക് അധീന കാശ്മീർ ഇപ്പോൾ ഇന്ത്യയുടെ ഒപ്പം ആയേനെ. 70 കൊല്ലം കണ്ടതല്ലേ ഇപ്പോഴത്തെ ചങ്ങായി എവിടെയൊക്കെ വന്നു? നിങ്ങളുടെ ഉദ്ദേശം സ്വതന്ത്ര അതും ഇതൊക്കെ കൂട്ടിച്ചേർ സ്വതന്ത്ര രാജ്യമാക്കിയിട്ട് ജിന്നയ്ക്ക് കൊടുത്ത മാതിരി ഒരു കസിൻ ബ്രദറൻ തന്നെയാണല്ലോ ഇവിടെ ഒരു പുതിയ പ്രധാനമന്ത്രിയായി ഇരിക്കാന്നൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ഗൂഢ നീക്കങ്ങൾ. അതൊക്കെ പൊളിഞ്ഞു പോയി. ഇത് ഇന്ത്യയുടെ ഭാഗം തന്നെ. ചിലപ്പോൾ മര്യാദയാണെങ്കിൽ ആ പാക് അധീന കാശ്മീരും ഇങ്ങോട്ട് തന്നെ വന്ന് ചേരും. കാത്തിരിക്കുക, അധിക കാലമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ നാഷണൽ പാർട്ടി എന്നുള്ള സ്ഥാനം പോലും നിങ്ങൾ കളയുകയാണ്. ഈ കളിച്ച് എന്തിനാണ് ഈ നാണം കെട്ട ഈ ഇടപാട്? എന്നിട്ട് നീറ്റ് പരീക്ഷ, കുട്ടികളുടെ പ്രശ്നം, നീറ്റ് പരീക്ഷ നിങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടെ പുറത്തു വന്നില്ലേ ചോദ്യപേപ്പർ? ഒരു പ്രാവശ്യം ചോദ്യപേപ്പറെ ഒഴിവാക്കിയിട്ട് സംസ്ഥാനങ്ങളോട് അഡ്മിഷൻ എടുത്തോളാൻ പറഞ്ഞില്ല ഗതി മുട്ടിയിട്ട്? അന്നൊന്നും ഈ സമരം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായ? അതൊക്കെ അതിൻ്റെ വഴിക്ക് നന്നായി നടത്തിക്കോളും കഴിവ്. ഇതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും വീഡിയോ അടക്കം കയ്യിലുണ്ട്. അത് എന്താണെന്നും ഏതാണെന്നും വളരെ വെറുതെ പിടിച്ചിട്ട് ജയിലിട്ട് പാവങ്ങളെയൊന്നും ഇവിടെ ശിക്ഷിക്കാൻ പറ്റില്ല. വ്യക്തമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് രാജ്യദ്രോഹികൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അതിന് വേണ്ട അടിസ്ഥാനപരമായ ശിക്ഷാമാറി. ഇപ്പോൾ കണ്ടില്ലേ 150 ആളെ 3 ഫ്ലൈറ്റ് ഒരു രാത്രി വന്ന് കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരൊക്കെ നിർത്തിയിട്ട് പൂജനെ പിടിച്ചുകൊണ്ടായി. ഇപ്പോൾ എവിടെ അവരാരെങ്കിലും ഇവിടെ പുറത്തു വരുമോ? അവരെ കാണാൻ പോയൊരു ഭാഗത്തു പോവും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ സമരത്തിൽ ശരിയായ സമരക്കാരും അല്ലാത്തവരും അവിടെ ചെന്നവരൊക്കെ അന്വേഷണ വിധേയത്തിൽ കിടന്ന് വട്ടം തിരിയാണ്. അധിക ദിവസമൊന്നുമില്ല, അവരൊക്കെ അഴിക്കുള്ളിൽ എത്തും, ഒരു സംശയവും വേണ്ട. എന്തായാലും അരുണാചൽ പ്രദേശിൽ ചൈനയൊന്നും സ്ഥലം കയ്യേറിയിട്ടില്ല. മിലിറ്ററി അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. വേണുഗോപാല ഇവിടെ കുഴൽ ഊതുമ്പോൾ ശരിയായ നല്ല കുഴൽ വിളിച്ച് വാങ്ങിയിട്ട് ഊതാൻ നോക്കുക.